പൂരത്തിന് വെടിക്കെട്ടിൽ വിസ്മയം തീർത്തിരുന്ന പേരാണ് മുണ്ടത്തിക്കോട് സതീഷ്. വർഷങ്ങളായി തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് ലൈസൻസി സതീഷായിരുന്നു. നാടിനെ നടുക്കിയ സ്ഫോടനത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിൽ തുടരുകയാണ് ഇപ്പോഴും സതീഷ്. ആകാശത്ത് വർണ്ണവിസ്മയം തീർത്ത് കാഴ്ചക്കാരുടെ ആർപ്പുവിളികളാൽ ഒരു വെടിക്കെട്ട് സമാപിക്കുമ്പോൾ കരാറുകാരന്റെ മനസ്സിൽ നിറഞ്ഞ ഒരു നെടുവീർപ്പുണ്ടാകും. മുണ്ടത്തിക്കോട് സതീശനെ വെടിക്കെട്ട് മേഖലയിൽ പിടിച്ചു നിർത്തിയത് അതാണ്. 15 വർഷത്തിലേറെയായി വെടിക്കെട്ട് മേഖലയിൽ വിശ്വസ്തനായിരുന്നു സതീഷ്. വർഷങ്ങളായി തിരുവമ്പാടി വിഭാഗത്തിന്റെ ലൈസൻസി. ഇപ്രാവശ്യത്തെ കരാറുമുണ്ടായിരുന്നു. അച്ഛൻ മണിപ്പാപ്പനായിരുന്നു തിരുവമ്പാടിയുടെ ലൈസൻസി. കാലശേഷം അത് സതീശനിലേക്ക് വന്നു ചേർന്നു. പ്രാഗൽഭ്യം പുറത്തെടുത്ത് കേമൻ എന്ന പേര് എന്നും നേടി. ഇതോടുകൂടി നിർത്തണം എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഈ പൂരം കൂടി കഴിഞ്ഞാൽ ഇടപാട് നിർത്തുക എന്ന് പറഞ്ഞു. കാരണം അത്രയും ടെൻഷനുള്ള തൊഴിലാണ്. അതാണല്ലോ അച്ഛൻ തന്നെ പറയാറുണ്ട്. അച്ഛനുള്ള എപ്പോഴും തൃശ്ശൂർ പൂരത്തിന് പൊട്ടിക്കാറുള്ളതാണ്. എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ പോലീസുകാർ കൊണ്ടുപോയിട്ട് 5 സ്റ്റാർ റൂമിൽ AC റൂമിൽ കൊണ്ടിരുത്തും ഇളഞ്ഞി. അപ്പം അച്ഛൻ പറയാം, അവിടെ AC ഉണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് വേറെ തുടങ്ങും. കാരണം പൊട്ടിക്കഴിഞ്ഞാലേ സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് അച്ഛനായിട്ട്. അങ്ങനെ മകൻ അത് കണ്ടു വളർന്നുള്ളത് അവർ വീട്ടിൽ. വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ സതീഷ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇപ്രാവശ്യത്തെ തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിനായി കാത്തുവച്ച ആകാശവിസ്മയങ്ങളെല്ലാം മരണത്തിന്റെ നനവ് തട്ടി ഇല്ലാതെയായി. സതീഷ് ഉൾപ്പെടെ ചികിത്സയിൽ കഴിയുന്നവരെല്ലാം കൂടുതൽ കരുത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.